ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ VM കിച്ചൻസ്. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ബ്ലൂബെറി മിൽക്ക് ഷേക്കും ഇളനീർ പുഡിങ്ങുമാണ്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാല്, കട്ടപ്പാലാണ്. അത് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്ലൂബെറി ക്രഷ് ഒഴിച്ചെടുക്കുക. അത് 2 ടേബിൾ സ്പൂൺ ബ്ലൂബെറി ക്രഷാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാണ് ബ്ലൂബെറി ക്രഷ്. ഇത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീമും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കണം. ഇതെല്ലാം കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഗ്ലാസ്സിൽ കുറച്ച് ബ്ലൂബെറി ക്രഷ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആപ്പിൾ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലൂബെറി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് സൂപ്പർ ടേസ്റ്റാണ് കുടിക്കാനായി. ഇത് ബ്ലൂബെറിൻ്റെ ടേസ്റ്റും മിൽക്കിൻ്റെ ടേസ്റ്റും ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് ഇത് നല്ലൊരു ഷേക്കാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ഇളനീർ പുഡിങ് ഈസിയായി തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി 1/2 ടീൻ മിൽക്ക് മെയ്ഡ്, 1.5 കപ്പ് തേങ്ങാപ്പാൽ, 3 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ, 2 ഇളനീറിൻ്റെ കാമ്പ്, 1.5 കപ്പ് ഇളനീർ വെള്ളം, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഈ ജെലാറ്റിലോട്ട് 8 ടേബിൾ സ്പൂൺ വെള്ളം, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഈ 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 1.5 കപ്പ് ഇളനീറിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീൻ മിൽക്ക് മെയ്ഡും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുതിർത്ത് വെച്ച ജെലാറ്റിൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടെടുത്ത് ഒന്ന് അടിച്ചെടുത്തതാണ്. ഇത്രയേ ഉള്ളൂ പണി. ഇനി ഇത് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങാപ്പാൽ എത്ര അളവിലാണോ എടുത്തത് അത്രയും അളവിൽ ഈ ഇളനീറിൻ്റെ വെള്ളം എടുക്കണം. ഈ ഇളനീറിൻ്റെ കാമ്പ് ഇനി ഇതിലേക്ക് എല്ലാ ഭാഗത്തുമായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് സെറ്റ് ചെയ്യാൻ 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി 6 kg തേങ്ങയും പഞ്ചസാരയും ഇട്ട് വറുത്തെടുത്തതാണ്. ഇത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാം നിങ്ങൾക്ക്. ഇളനീർ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. നിങ്ങൾ ഇളനീർ പുഡിങ് തയ്യാറാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.